ഒരു ഗിവ് അവേ ആയാലോ ഇന്ന്? ഗിവ് അവേ നൽകുന്നത് ഞാനല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനക്കാരല്ല, മറിച്ച് കാലങ്ങൾ മുമ്പേ സഞ്ചരിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രിയതമൻ അലിയാർ തങ്ങളും അവിടുത്തെ മകനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവും ചേർന്നിട്ട് നമുക്കൊരു ഗിവ് അവേ നൽകുന്നുണ്ട്. എന്താ ഈ ഗിവ് അവയുടെ പ്രത്യേകത എന്നറിയുമോ? സാധാരണ നമുക്ക് കിട്ടുന്ന ഗിവ് അവേ ഒക്കെ ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ അത് കിട്ടുകയുള്ളൂ. എന്നാലോ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന ഓഫർ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാണ് സമ്മാനം എന്നൊന്ന് കേൾക്കാം. 2 മിനിറ്റ് കൊണ്ട് മാത്രം സ്വർഗത്തിലെ 1000 കൊട്ടാരങ്ങൾ നേടിയെടുക്കണം. അപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കൊട്ടാരങ്ങൾ സ്വർഗത്തിലെ നേടിയെടുക്കാൻ ഈ ഒരു ചെറിയ ദുആ, കേവലം 2 മിനിറ്റിൽ താഴെ മാത്രം എടുക്കുന്ന ഈ ഒരു ദുആ പതിവാക്കിയാൽ മതി. ദിവസത്തിൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി. ഏതാണ് ആ ദുആ എന്ന് നമുക്കൊന്ന് പഠിക്കാം. ആയിരക്കണക്കിന് മലായിക്കത്തിന്റെ ശക്തിയുള്ള ഒരു മലക്ക്, ആ ഒരു മലക്കിനെ പോലെ പവറുള്ള 1000 മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എങ്ങനെ ഉണ്ടാകും? നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ തേടിയാൽ എങ്ങനെ ഉണ്ടാകും? അതിന് നമ്മൾ എങ്ങനെ കഷ്ടപ്പെടേണ്ടത്? ജീവിതത്തിൻ്റെ 2 മിനിറ്റ്, ദിവസത്തിലെ വെറും 2 മിനിറ്റ് ഒന്ന് മാറ്റിവെച്ചാൽ മതി. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ആകാശ ലോകത്ത് നിന്നും മലായിക്കത്ത് ഇറങ്ങി വരുന്നുണ്ട്. ഇത് പറഞ്ഞത് ഞാനല്ല, എൻ്റെ പ്രസ്ഥാനക്കാരല്ല, എൻ്റെ കൂട്ടുകാരല്ല, മറിച്ച് നമ്മുടെയൊക്കെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർണ്ണമായി നമുക്കൊന്ന് കേൾക്കാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. ഖൽബിൻ്റെ എല്ലാ വേദനകളും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം നൽകാൻ വന്നതാണ്. എന്താണ് സമ്മാനം? ഇത് ഞാൻ നൽകുന്നതല്ല, പിന്നെ ആരെയും സ്പോൺസർ ചെയ്തതാണോ? എൻ്റെ പ്രസ്ഥാനക്കാരും സ്പോൺസർ ചെയ്തതുമല്ല, മറിച്ച് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? നോക്കണം നിങ്ങൾ, 1400 മുമ്പത്തേക്ക് നോക്കാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി അഷ്റഫുൽ അംബിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്തു സഹ്റ, ഇമ്പപ്പൂ അഴകായി മക്ക മരുഭൂവിൽ ഉദിച്ചൊരു ഖമറാണ്. ഫാത്തിമ തൊളിവാണ്. ഉമ്മുൽ ഖുറായിൽ അണഞ്ഞ ഉമ്മുൽ കിതാബിനുടമ നമ്മുടെ നബീൻ്റെ മകൾ ഫാത്തിമ ബീവി, മകൾ ഫാത്തിമ ബീവി അല്ലേ? ബീവി ഫാത്തിമ റളിയല്ലാഹു എത്ര മദ്ഹൂലാണ് അവിടുത്തെ പേരിൽ. അല്ലാഹു അവിടുത്തെ ബർക്കത്തുണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. ഫാത്തിമ ബീവി ആഗ്രഹിക്കാത്ത സ്വഹാബത്ത് മുത്തനബി തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ആഗ്രഹിക്കുക? ലൈൻ അടിക്കണമെന്നല്ല, മറിച്ച് അല്ലെ പ്രേമിക്കണമെന്നല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാകാൻ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. എന്തിനാണത്? ആ ഹബീബായ നബി തങ്ങളുടെ മുഴുവൻ സ്വഭാവ ഗുണങ്ങളും ഫാത്തിമ ബീവിയിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ശരീരഘടന പോലും മുത്തുനബി തങ്ങൾ നടക്കുന്നത് പോലെയാണ് ഫാത്തിമ ബീവി നടന്നത്. മുത്തുനബി തങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് ഫാത്തിമ ബീവി ഇരുന്നത്. അപ്പോൾ നബി തങ്ങളുടെ ഒരു സാമീപ്യം അടുത്ത് കിട്ടും എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്തത്? ഫാത്തിമ ബീവി അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ തങ്ങളും ഒക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഈ ഫാത്തിമ ബീവി ആവുന്ന കരളിൻ്റെ കഷ്ണം ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി എന്ന ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാകാൻ, അവിടുത്തെ പ്രിയതമനാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അല്ലേ? അലിയാർ തങ്ങളെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകളെ പിടിച്ച് കയ്യേൽപ്പിച്ചു കൊടുത്തത്. നന്മ അബൂ താലിബിൻ്റെ പൊന്മകനായുള്ള അലി, ഹൈദറിൻ്റെ പൂമണവി ഫാത്തിമ ബീവി, മകൾ ഫാത്തിമ ബീവി. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പാടി നടക്കുന്ന മനോഹരമായ പാട്ടുകൾ, ഒരുപാട് അർത്ഥവത്തായ വരികളുള്ള പാട്ടുകളാണ്. അപ്പം മഹാനായ അലിയാർ തങ്ങളുടെ ഭാര്യയാണ് ഫാത്തിമ ബീവി. അപ്പോൾ ഈ ഫാത്തിമ ബീവിയുടെ പ്രിയ ഭർത്താവാകുന്ന അലിയാർ തങ്ങൾ മുത്തുനബി തങ്ങളുടെ ആരാണ്? മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. അലിയാർ തങ്ങളെ പറ്റി മുത്തുനബി തങ്ങൾ പറയുകയുണ്ടായി, എൻ്റെ അലി ഉണ്ടല്ലോ, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണ്, വലിയ നഗരമാണ് എങ്കിൽ
വലിയ നഗരം, വലിയ പട്ടണമാണ് ഞാനെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള ഡോറ്, അതിലേക്ക് കടന്നു വരാനുള്ള വാതിൽ അത് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളാണ്. അത്രയേറെ പാണ്ഡിത്യമുണ്ടായിരുന്നു അവർക്ക്, അത്രയേറെ ഇൽമ് മഹത്വമുണ്ടായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാർ തങ്ങളാണ് നമുക്ക് ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളാണ് നമുക്ക് ഈ സമ്മാനം നൽകുന്നത്. എന്താണ് ഈ നൽകാൻ പോകുന്ന സമ്മാനത്തിൻ്റെ പ്രത്യേകത? എന്തൊക്കെയാണ് ഇതിലുള്ളത്? എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്? അല്ലെ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ സമ്മാനത്തിനുള്ളത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. ഇത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാന്മാർ രക്ഷപ്പെട്ടത് ഇതൊക്കെ കൊണ്ടാണ്. മഹാന്മാരുടെ സ്വർഗം പുൽകിയത് അവരിതുപോലെയുള്ള മഹത്തായ സമ്മാനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ പേരിലാണ്, കരസ്ഥമാക്കിയതിൻ്റെ പേരിലാണ്. സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബ് ചാനലുകളിലും പല സോഷ്യൽ മീഡിയ ചാനലുകളിലൊക്കെ പലതും വരുമ്പോൾ നമ്മൾ ചാടിക്കേറി അതിനുവേണ്ടി പ്രയത്നിക്കാറുണ്ട്, ഇല്ലേ? പല ദുനിയാവിൻ്റെ ഗിവ് അവേ, ഫോൺ ഗിവ് അവേ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഗിവ് അവേ കൊടുക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗിവ് അവേ കൊടുക്കുന്നു, ബൈക്ക് ഗിവ് അവേ കൊടുക്കുന്നു. ഇതിലൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ചാടിക്കേറി മുൻപന്തിയിൽ നിൽക്കും. നമുക്കും കിട്ടണം, എന്തെങ്കിലും ചെയ്യണം, 5 ആൾക്ക് ഷെയർ ചെയ്യുക, 10 ആൾക്ക് അങ്ങോട്ട് മെൻഷൻ ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഉഷാറ് കാണിക്കുമ്പോൾ നാളെ സ്വർഗം നേടാനുള്ള ഗിവ് അവയുമായി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഗിവ് അവേ നമുക്ക് പാസ്സാകണം, നമുക്ക് നേടിയെടുക്കണം. ഈ ഗിവ് അവയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ദുനിയാവിൻ്റെ ഗിവ് അവേ എന്ന് വെച്ചാൽ അതെങ്കിലും ഒരാൾക്കേ കിട്ടുള്ളൂ, അല്ലെ 2 ആൾക്ക്, കുറഞ്ഞ 5 ആൾക്ക്. എല്ലാവർക്കും കൂടെ കൊടുക്കാൻ കഴിയില്ലല്ലോ. ഈ ഗിവ് അവയുടെ പ്രത്യേകത, ഇതാരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൻ്റെ നേട്ടം കിട്ടും. ഇതാരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ നേട്ടം, ഇതിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു സംഘം വന്നു, ഒരു യാത്രാ സംഘം വന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ മകനാണ്, മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിരുന്നിട്ട് ഈ സംഘം ചോദിക്കുകയാണ്, എന്തെങ്കിലും ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ഹസൻ തങ്ങളെ, എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്താണ് പറഞ്ഞു തരേണ്ടത്? നബി തങ്ങളിൽ നിന്ന് കിട്ടിയത്, അല്ലെ വാപ്പയാകുന്ന അലിയാർ തങ്ങളിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ഇൽമ്, ഒരു അറിവ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഉഅല്ലിമുക ശൈഅൻ അസ്ലുഹു മിൻ കിതാബില്ലാഹ് അല്ലമനിഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും, അതായത് പരിശുദ്ധ ഖുർആനിൽ നിന്നും അടർത്തിയെടുത്ത ചില അറിവുകൾ പറഞ്ഞു തരാം. ഇതാരാ എനിക്ക് പറഞ്ഞു തന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബി, എൻ്റെ വാപ്പയുമാകുന്ന അലിയാർ തങ്ങളും എനിക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുപരി എൻ്റെ വാപ്പയാകുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും എനിക്കിത് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പം അലിയാർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് കൊടുത്തതാണത്, അല്ലാതെ സ്വന്തമായിട്ട് നൽകുകയല്ല. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്ക് ആര് കൊടുത്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത സമ്മാനം തൻ്റെ മകനാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ ലോകം മുഴുവൻ അള്ളാഹു പ്രചരിപ്പിക്കുകയാണ്, അള്ളാഹു നൽകുകയാണ്. അപ്പോൾ എന്താണ് ആ സമ്മാനം? എന്താണ് ആ പഠിപ്പിച്ചു തന്ന ഇൽമ്? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യവും റബ്ബിനോട് ചോദിക്കൂലേ, അള്ളാഹുവിനോട് നമ്മൾ ആവലാതി പറയൂലേ, നമ്മുടെ വിഷമങ്ങൾ പറയൂലേ, നമ്മുടെ ആഗ്രഹങ്ങൾ പറയൂലേ. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യാനിരിക്കുമ്പോൾ, നിസ്കാരശേഷമാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ എണ്ണമറ്റ കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ലഭിക്കാൻ പറ്റുന്ന ഒരു ദുആ ഒരു തവണ ചൊല്ലിയാൽ മതി, കൂടുതലൊന്നും ചെല്ലേണ്ട, ദിവസത്തിൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ മതി. ഇൻഷാ അല്ലാഹ് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇറക്കാനിരിക്കുമ്പോൾ ഫദ്ഉ ബിഹി ബഅദ സ്വലാത്തിൽ ഗദാത്തി ഔ ബഅദ സ്വലാത്തിൽ അശ്രി, ഒന്നിക്കൽ ഇശാ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ അസർ നിസ്കാര ശേഷമോ ഈ ദുആ ചെയ്യേണ്ട സമയം പറയുകയാണെന്ത്? നിസ്കാരത്തിന് ശേഷം, അത് ഇശാ നിസ്കാര ശേഷമാകട്ടെ അല്ലെങ്കിൽ അസർ നിസ്കാര ശേഷമാകട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിച്ച ഉടനെ സമ്മി മാ അറത്ത മിൻ ഹവായിജ്ക, നിന്റെ എന്താവശ്യമാണോ അത് നീ മനസ്സിൽ കരുതണം. എന്താണോ നിന്റെ ഖൽബിലുള്ള ആവശ്യം അത് നീ കരുതണം. എന്നിട്ട് ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് നീ ആ ആവശ്യം ഉള്ളിൽ കരുതിക്കൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ ചൊല്ലുകയാണ് എങ്കിൽ, ഈ പറയാൻ പോകുന്ന ദുആ ഏതാണ് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ കൊണ്ട് ചേർത്തിണക്കിയതാണ്, വലിയ പ്രയാസമുള്ള കടുകട്ടി വാക്കുകളൊന്നുമല്ല. ഒരല്പം വലിയ ദുആ ആണെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ കേട്ട് ചൊല്ലുക. ഒരു തവണ ചൊല്ലിയാൽ മതി. അപ്പോൾ നമ്മൾ എപ്പോൾ ചൊല്ലുമ്പോഴും ഇത് കേട്ട് നമുക്ക് ചൊല്ലാം. അത് ചൊല്ലി എന്ത് ചെയ്യാം, നമുക്ക് കാണാൻ പഠിക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഇത് ചൊല്ലി എന്താ, ആദ്യം നിസ്കാര ശേഷം നമ്മൾ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലി നമ്മുടെ മനസ്സിൽ കരുതുക എന്താണോ നമ്മളുടെ മുറാദ്. ഇപ്പോൾ വിവാഹം, മകളെ കെട്ടിക്കാനുള്ളവരാണെങ്കിൽ അവർക്ക് വിവാഹം നടന്നു കിട്ടണം. ആ വിവാഹം ശരിയാകാൻ വേണ്ടി മനസ്സിൽ കരുതി അള്ളാഹുവെ ഖൈറായ മകനെ കൊണ്ട്, ഖൈറായ വരനെ കൊണ്ട്, ഖൈറായ ചെറുക്കനെ കൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ മകളുടെ വിവാഹം നടക്കണം. ഇങ്ങനെ മനസ്സിൽ കരുതി. ഇനി മക്കൾക്ക്, ആൺകുട്ടികൾക്കാണെങ്കിൽ ഖൈറായ ഇണകളെ കിട്ടണം, ഖൈറായ പെൺകുട്ടിയെ കിട്ടണം, ഇത് മനസ്സിൽ കരുതുക. അതുപോലെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വീടില്ലാത്തവരാണ്, വീട് കിട്ടാൻ വേണ്ടി ദ്വാരക്കാം. അതുപോലെ തന്നെ മനസ്സിൽ കരുതുക, ജോലി ഇല്ലാതെ ശരിയാകാത്തവരാണ്, അപ്പോൾ ജോലിക്ക് വേണ്ടി മനസ്സിൽ കരുതുക. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അയാൾ മനസ്സിൽ കരുതിയത് ആ കാര്യത്തെ അള്ളാഹു അങ്ങോട്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടി ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനുള്ളൊരു മാർഗം കിട്ടി അല്ലേ. നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലവാക്കാൻ, ഇപ്പോൾ ഒരുപാട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാൻ സമയമില്ല. എന്നാൽ ഒരൊറ്റ തവണ ഈ പറയുന്ന ഒരു വലിയ ദുആ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം മതി, 5 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ഈ ദുആ ഇനി നമ്മൾ ചൊല്ലിയ ശീലമായി കഴിഞ്ഞാൽ അതിൽ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൊല്ലി തീർക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ദുആ 5 മിനിറ്റിൽ പോലും താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഈ ദുആ ഒരു തവണ ദിവസത്തിൽ ഒന്ന് ഇശാ നിസ്കാര ശേഷം അല്ലെ അസ്ർ നിസ്കാര ശേഷം നമ്മുടെ നിസ്കാരപ്പാകയിൽ ഇരുന്നു കൊണ്ട് ബിസ്മി ചൊല്ലിയ ശേഷം നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുമെന്ന് ഹസൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു തരികയാണ്. മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയാണ് പറഞ്ഞു തരുന്നത്. അത്രയേറെ അസറുള്ള സയ്യിദന്മാരുടെ ഒന്നാമത്തെ നേതാവ്, സയ്യിദന്മാരുടെ തങ്ങന്മാരുടെ ഒന്നാമത്തെ നേതാവാണ്. ഹബീബായ നബി തങ്ങളുടെ ചോരയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി ഇതോടൊപ്പം കിട്ടുന്ന മറ്റു കുറച്ച് നേട്ടങ്ങൾ കൂടിയുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയും. അതിനു മുമ്പ് നമുക്ക് ആ ദുആ ഒന്ന് ചൊല്ലാം. ആ ദുആ ഒന്ന് ചൊല്ലാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനല്ലാഹി ദിൽ മുൽക്കി വൽ മലകൂത് സുബ്ഹാനല്ലാഹി ദിൽ ഇസ്സതി വൽ അദമതി വൽ ജബറൂത് സുബ്ഹാനല്ലാഹി അൽ മലികി അൽ ഹയ്യിൽ ലദി ലാ യമൂത് സുബ്ഹാനൽ അലിയിൽ അഅ്ലാ സുബ്ഹാനഹു വ തആല സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വർ-റൂഹ് اللهم لك الحمد حمدا يسعد ولا ينفد ولك الحمد علي ومعي വഖുദാമി വഖൽഫി. ഇങ്ങനെ ചൊല്ലി നിർത്തിയതിനു ശേഷം വഖൽഫി എന്ന് വരെ ചൊല്ലി നിർത്തിയതിനു ശേഷം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം എന്ന്, അതുപോലെ തന്നെ യാ റബ്ബു യാ ഹയ്യു യാ ഖയ്യൂം യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹന്നാനു യാ മന്നാൻ. ഈ ഇത്രയും ഇസ്മുകൾ ഏതൊക്കെ ഒന്നുകൂടെ പറഞ്ഞുതരാം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു, അതുപോലെ യാ റബ്ബു യാ ഹയ്യു യാ ഖയ്യൂം യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹന്നാനു യാ മന്നാൻ. അതിനുശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. ഇത്രയും ഇസ്മുകൾ, ഈ 9 ദിക്റുകൾ 10 തവണ വീതം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലുക. അപ്പോൾ മനസ്സിലായ ദുആ ചെയ്യേണ്ട രൂപം ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ആവർത്തിച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർദി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ
യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വയുഹ്യിൽ അർള ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനല്ലാഹി ദിൽ മുൽക്കി വൽ മലകൂത് സുബ്ഹാനല്ലാഹി ദിൽ ഇസ്സതി വൽ അളമതി വൽ ജബറൂത് സുബ്ഹാനല്ലാഹിൽ മലിക്കിൽ ഹയ്യിൽ ലദീ ലാ യമൂത് സുബ്ഹാനൽ അലിയിൽ അഅ്ലാ സുബ്ഹാനഹു വതആലാ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് റബ്ബിൽ മലായികതി വറൂഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹംദാ യസ്അദു വലാ യൻഫദു വലക്കൽ ഹംദു അലയ്യ വമഈ വഖുദാമി വഖൽഫീ. ഇത് ചൊല്ലിയതിനു ശേഷം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ റബ്ബു യാ ഹയ്യു യാ ഖയ്യൂം യാ ബദീഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹന്നാനു യാ മന്നാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ഇത്രയും 10 വീതവും കൂടെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ആ ദുആ പൂർത്തിയാക്കി നിങ്ങൾ എന്താണോ റബ്ബിനോട് ചോദിച്ചത് വസൽ ഹാജതക്, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് റബ്ബിനോട് അങ്ങ് ചോദിച്ചേക്കുക. ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരുന്ന ഖലാലക് ഖുദിയലക്, നിനക്കത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാം. അത് പൂർത്തീകരിച്ച് കിട്ടി. ഇനി അതിനകത്ത് സംസാരമൊന്നുമില്ല, അതിൻ്റെ പേരിൽ ഇനി സംസാരമൊന്നുമില്ല. ആ വിഷയം പൂർത്തീകരിച്ച് കിട്ടി, അത് നടന്നു കിട്ടിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ദിവസത്തിൽ ഒരൊറ്റ തവണ ഇത് ചൊല്ലിയാൽ മതി. ഒരൊറ്റ തവണ, കൂടുതലും ചൊല്ലാം. വലിയ ദുആഅല്ലേ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ തവണ, ഒരു 5 മിനിറ്റ് താഴെ. ഇപ്പോൾ ഞാനിത് ചൊല്ലിയപ്പോൾ തന്നെ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചൊല്ലിയിട്ട് തന്നെ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ 5 മിനിറ്റിൽ താഴെ 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇനി ഈ ദുആ ചെയ്യുന്നവർക്ക് കിട്ടുന്ന വേറെ കുറച്ച് നേട്ടം കൂടുണ്ട്. ഒന്ന്, ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുക. നമ്മുടെ ആവശ്യങ്ങൾ, കൽബിലുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ? നമുക്ക് റാഹത്തായി, സന്തോഷമായി, സമാധാനമായി. ഇനി നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അധികം നേട്ടങ്ങൾ വേറെ കിട്ടുകയാണ്. ഹസൻ റളിയല്ലാഹുവിനെ എണ്ണി പറയുന്നുണ്ട്. മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടി അവിടുന്ന് എണ്ണി പറയുകയാണ്. ഒന്നാമത് കിട്ടുന്ന ഒരു നേട്ടം നോക്കാം. വക്കലല്ലാഹു ബിക അൽഫ മലക്കിൻ യസ്തഗ്ഫിറു ലക്. ഇത് ആരാണോ ചൊല്ലുന്നത് ആ വ്യക്തിക്ക് 1000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ, ഒരു തെറ്റും ചെയ്യാത്ത, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് എതിര് പ്രവർത്തിക്കാത്ത അള്ളാഹുവിൻ്റെ മലായിക്കത്ത്, മലക്കുകൾ, 1000 മലക്കുകൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, അള്ളാഹുവേ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഇയാൾക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ് എന്നിങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടിയിട്ട് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തു കൊടുക്കുന്നതാണ്. നോക്കുങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനപ്പുറം നമുക്ക് കിട്ടുന്ന നേട്ടമാണ് നമ്മളുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടു പോകാൻ മലായിക്കത്ത് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതാണ് എന്ന്. അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്നാൽ ഈ വരുന്ന മലക്കുകളുടെ പ്രത്യേകത എന്താ? ഈ വരുന്ന നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ വേണ്ടി വരുന്ന ഓരോ മലക്കുകളുടെയും പ്രത്യേകത ഈ വരുന്ന ഓരോ മലക്കുകൾക്കും 1000 മലക്കുകളുടെ വീതം ശക്തി അള്ളാഹു കൊടുത്തിട്ടായിരിക്കും നമ്മളിലേക്ക് അയക്കുക. മനസ്സിലായോ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്ക് 1000 മലക്കുകളെ ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹു അയച്ചു തരും. എന്നാൽ ഈ വരുന്ന ഓരോ മലക്കുകളും 1000 മലക്കുകളുടെ ശക്തിയുള്ളവരായിരിക്കുമെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫീ സൂറത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകൾ അധികമായി ചൊല്ലാൻ വേണ്ടി, ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ലക്ഷങ്ങൾ ചൊല്ലിയ പ്രതിഫലം, ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലിയ നേട്ടം ലഭിക്കാൻ വേണ്ടിയിട്ട് 1000 ശക്തിയുള്ള ഓരോ മലക്കിനെ വീതം, അങ്ങനെ 1000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി അയച്ചു തരുന്നതാണ്. എന്താ ചെയ്ത ഗുണം? നമ്മൾ ഈ ചൊല്ലിയ ദിക്ർ ഒരൊറ്റ തവണ ചൊല്ലിയിട്ടേ ഉള്ളൂ. ചൊല്ലി അള്ളാഹു നമ്മളിപ്പോൾ ചൊല്ലിയത് കാരണം നമുക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടി അള്ളാഹു മലക്കിനെ നൽകി അനുഗ്രഹിക്കുക. ഇതാരാ പറയുന്നത്? നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. മുത്ത് നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചെന്ന, എൻ്റെ ഉപ്പ പഠിപ്പിച്ചെന്ന, എൻ്റെ വല്യുപ്പയും എൻ്റെ ഉപ്പയുമാകുന്ന അലിയാര് തങ്ങളും ഹബീബായ നബി തങ്ങളും എനിക്ക് പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞ് നമുക്ക് തരികയാണ്, നമുക്ക് സമ്മാനമായി നൽകുകയാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി
ഇത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നത് മുഴുവൻ പൊറുക്കപ്പെടാൻ ഇത് മതിയായതാണ്. ഇനി അതോടൊപ്പം തന്നെ പറയാണ് വബുനിയലക അൽഫു ഖസ്രിൻ ഫിൽ ജന്ന, നാളെ നീ സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത് 1000 കൊട്ടാരങ്ങൾ നിനക്ക് ആ സ്വർഗത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന്. 1000 കൊട്ടാരങ്ങൾ ഓരോ തവണ ചൊല്ലിയാൽ ലഭിക്കുന്നതാണ് എന്ന്. അപ്പോൾ ദിവസത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ദിക്ർ ചൊല്ലുന്നവരാണ് 10 ദിവസം അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ 10,000 കൊട്ടാരങ്ങൾ, 100 ദിവസം അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ 1,00,000 കൊട്ടാരങ്ങൾ. നോക്കുങ്ങൾ, നമുക്ക് ചുരുങ്ങിയ 3-4 മാസം കൊണ്ട് 1,00,000 കൊട്ടാരം എവിടെ ഒപ്പിക്കാം? സ്വർഗത്തിൽ ഒപ്പിക്കാൻ കഴിയും. ഇത് വെറുതെ പറയല്ല. ഹസനാരി തങ്ങൾ വെറുതെ പറയുമോ? മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടി വെറുതെ പറയോ? ഹബീബായ നബി തങ്ങൾ കളവ് പറയോ? അവിടുന്ന് പറഞ്ഞു തരികയാണ് 1000 കൊട്ടാരങ്ങൾ ഇതൊരൊറ്റ തവണ ഈ ദിക്ർ ചൊല്ലുന്ന ആൾക്ക് എഴുതപ്പെടുന്നതാണ്. നാളെ ആഖിറത്തിൽ ചിലപ്പോൾ ഉണ്ടാവുമോ കൊട്ടാരങ്ങൾ? അത് കാണുമ്പോൾ റബ്ബേ കുറച്ചുകൂടെ കൂടുതൽ ചൊല്ലിയാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ നമ്മൾ ആലോചിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചൊല്ലാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞ് ഇനിയും പറയുകയാണെന്ത്? ഇനി നീ ദുനിയാവിൽ ജീവിക്കുന്ന കാലമുണ്ടല്ലോ. ഇപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും ആഖിറത്തിൽ ചെന്നിട്ട് കൊട്ടാരം കിട്ടിയിട്ട് ഇപ്പം എന്ത് കാര്യം, ഇവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ റാഹത്തായി കിട്ടേണ്ടത്. ചിലർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അള്ളാഹു ആഖിറം വെളിച്ചമാക്കി തരുമാറാണ്. നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെയാണ്. അള്ളാഹു ഇവിടെ പ്രയാസപ്പെട്ടാലും ശരി, ആഖിറത്തിൽ ബുദ്ധിമുട്ടാൻ പാടില്ല, പ്രയാസപ്പെട്ടു പോകാൻ പാടില്ല. അവിടെയാണ് യഥാർത്ഥ ജീവിതം വരുന്നത്. ഇനിയോ ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം എന്താ? ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നിഅമത്തുകൾ നൽകപ്പെട്ടവനായിട്ട്, അതായത് അനുഗ്രഹങ്ങളോട് കൂടിയിട്ടായിരിക്കും അവൻ ജീവിക്കുക, അവൾ ജീവിക്കാൻ. ദുനിയാവിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവർക്ക് വേണ്ടത്, ആ അനുഗ്രഹങ്ങൾ മുഴുവൻ ലഭിച്ചവരായിട്ടായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാം. അയാൾക്ക് പ്രയാസവും നേരിടേണ്ടി വരില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ചിട്ട് എന്ത് ചെയ്യും? സന്തോഷവും സമാധാനവും ബറക്കത്തുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും. വലാ യുസീബുക ഫീഹാ ഖത്റുൻ വലാ ദില്ല, ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു മുസീബത്തോ ആ വ്യക്തിയിലേക്ക് വരിക തന്നെ ഇല്ല എന്ന് ഹസനാരി തങ്ങൾ പറയുക. എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, അപകടം സംഭവിക്കുക, ആപത്ത് വരിക, നോ, ഇതൊന്നുമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകപ്പെട്ടവരായിട്ടായിരിക്കും ഈ വ്യക്തി ദുനിയാവിൽ ജീവിക്കുന്നത്. ഇവിടുന്ന് അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റും. നാളെ ആഖിറത്ത് ചെല്ലുമ്പോഴോ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കൊട്ടാരങ്ങളിൽ അധിവസിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ ദുആ പതിവാക്കുന്ന ആളുകൾക്ക് 2 മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ 3 മിനിറ്റിൽ താഴെ ചൊല്ലാൻ പറ്റുന്ന ഈ ഒരു ദുആ പതിവാക്കുന്നവർക്ക് അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇനിയോ വലാ തുസ്അലു അഹദൻ മിനദ് ദുനിയ കായിനൻ മാ കാന ഇല്ലാ ഖുദിയ ലക്, നീ ദുനിയാവിൽ ആരുടെയെങ്കിലും ആവശ്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നീ ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കൂല എന്ന്. ചില ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിക്കും. നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നവരൊന്നും അല്ല, നമ്മൾ ദുആക്ക് ഉത്തരം ലഭിക്കുന്നവരല്ല. നമ്മുടെ പരാതിയാണ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല, ദുആ സ്വീകരിക്കുന്നില്ല എന്ന്. എന്നാൽ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നാവിന് അങ്ങോട്ട് അസർ ചെയ്യും. എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 2 മിനിറ്റ് കൊണ്ട് കൊട്ടാരങ്ങൾ നേടാൻ, പാപങ്ങൾ പൊറുക്കാനുള്ള സ്പെഷ്യൽ മലായിക്കത്തിനെ നേടിയെടുക്കാൻ, ദുനിയാവിലെ ഇസ്സത്തോടുകൂടി ജീവിക്കാനൊക്കെ ഉള്ള ഉതകുന്ന ഒരു ചെറിയ സമ്മാനം എന്നല്ല വലിയ സമ്മാനം ഹസനാരി തങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ്. അലി ഇബ്നു അബി താലിബ് തങ്ങൾക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മാനമാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.